നൂലുണ്ടയിൽ നിന്ന് വാലുവാസുവിലേക്ക് എത്തിയപ്പോൾ ശരിക്കും നൂലുണ്ടാകുന്ന നൂല് പോലെ ഇരിക്കുന്ന എന്നാണ്. അല്ല അതിങ്ങനെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇങ്ങനെ നൂല് പോലെ ആയി ശരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നേരത്തേക്കാം അല്ലെങ്കിൽ സ്ലിം ആയേക്കാവെന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടാ? അല്ല അത് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞൊരു പടം ഹിറ്റായപ്പോൾ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ വന്നു. നോർമലി ഇപ്പം ഒരു ക്യാരക്ടർ സക്സസ് ആയി കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിന് എന്തായാലും ഒരുപാട് സിനിമകൾ വരും. അപ്പോൾ എനിക്ക് വന്നിരുന്ന എല്ലാ സിനിമകളും നൂലുണ്ടാന്ന് പറഞ്ഞ ക്യാരക്ടർ അതേപോലത്തെ ക്യാരക്ടേഴ്സാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടേണ്ട എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വിചാരിച്ചു. കുറച്ചൊന്ന് മെലിഞ്ഞൊന്ന് ഫിറ്റായാൽ ചിലപ്പോൾ. പിന്നെ ചെറുതായിട്ട് ഹെൽത്ത് കോൺഷ്യസും ആയിരുന്നു. അതായത് ഇനിയിപ്പോൾ അസുഖങ്ങളൊന്നും വരണ്ട, ഇപ്പം ഓവർ വെയിറ്റ് ഒബീസ് ആയി കഴിഞ്ഞാൽ പല അസുഖങ്ങളും വന്നേക്കാം. അപ്പം നമ്മളൊന്ന് ഹെൽത്ത് കോൺഷ്യസും ആയി. അപ്പം അങ്ങനെ കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ടേഴ്സ് എന്താ സംഭവിച്ചാൽ നല്ല യോഗ ടീച്ചറും കിട്ടി. ഇവരെ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ അതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ബേസിക്കലി ഇത്രയ്ക്കധികം റെഡ്യൂസ് ആവണത്. അപ്പം അങ്ങനെ ഫിസിക്കലി മാറ്റങ്ങൾ വരുന്നു, നമുക്ക് ഇന്നർ ചേഞ്ച് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഫിസിക്കലി ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞില്ല. പിന്നെ കാണുന്നത് ക്ലാസ്മേറ്റ്സിലാണ്. അപ്പം അതിന് മുന്നേ ഞാൻ പടം ചെയ്തിരുന്നു. അതിലും അതായത് പ്രിയനന്ദേട്ടൻ്റെ പുലിജന്മം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. പുലിജന്മം അതിലൊരു ചെറിയൊരു വേഷം, ഞാനും സലീമേട്ടനും കൂടിയിട്ടുള്ളൊരു വേഷം. അപ്പൊ അതിൽ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു ഇത്രയ്ക്കും മെലിഞ്ഞോ എന്നുള്ള സംഭവം. അപ്പോഴാണ് അറിയണത്, ഇങ്ങനെയാണ് തിരിച്ചറിയണത് ഇത്രയ്ക്കും മെലിയാണ്ടായിരുന്നു എന്ന് അപ്പൊ തോന്നിയിരുന്നു.